രാഹുൽ ഗാന്ധിയെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ചതിച്ചോ? ഇപ്പോൾ ദേശീയ തലത്തിൽ ഉയരുന്ന ചോദ്യങ്ങളൊന്നാണ്. കാരണം ഇതിൻ്റെ പശ്ചാത്തലം, രേവന്ത് റെഡ്ഡി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ് തെലങ്കാനയിൽ. അറിയാലോ. അതെ. ചെറുപ്പക്കാരനായ, വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള, വളരെ സ്മാർട്ടായിട്ടുള്ള, പ്രസൻറ്റബിൾ ആയിട്ടുള്ള മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് രേവന്ത് റെഡ്ഡി. രേവന്ത് റെഡ്ഡിയെ ചുറ്റിപ്പറ്റി ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ ഒരു വലിയ വിവാദം പോവുകയാണ്. കാരണം ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, BJPക്ക് 427 വോട്ടുകളാണ് ആകെ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നത്. പക്ഷേ 452 വോട്ടുകൾ കിട്ടി. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന പോലെ വോട്ട് ചോരി നടന്നു. 25 വോട്ടുകൾ പോയി. എവിടെ നിന്ന്, ആരുടെ വോട്ടുകൾ പോയി? ഏതാണ്ട് 10ഓളം വോട്ടുകൾ YSRCP ഉണ്ട്, YSR കോൺഗ്രസ് പാർട്ടിയുടെ വോട്ടുകൾ. 10-11 വോട്ടുകൾ BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയെന്ന് ഏകദേശം വ്യക്തമായിട്ടുണ്ട്. 11 വോട്ടുകൾ, 10 അല്ല 11 MPമാരാണ് അവർക്കുള്ളത്. അപ്പം പിന്നെ 14 വോട്ടുകൾ എക്സ്ട്രാ പോയി, അല്ലേ? അതെ. 25 വോട്ടുകളാണ് അധികമായി BJP മുന്നണിക്ക് കിട്ടിയത്, BJPയുടെ സ്ഥാനാർത്ഥി കിട്ടിയത്, ഉപരാഷ്ട്രപതി കിട്ടിയത്. ബാക്കി 15 അല്ലെങ്കിൽ 14 MPമാർ എവിടെ നിന്ന് പോയി എന്നത് കോൺഗ്രസ് ഏതാണ്ട് അവരുടെ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി കണ്ടെത്തിയത് ഈ വോട്ടുകൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് സമാഹരിച്ചത് തെലങ്കാന മുഖ്യമന്ത്രി, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് കോൺഗ്രസ് മുഖ്യമന്ത്രി, രാഹുൽ ഗാന്ധി നേതാവായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യമന്ത്രി കോൺഗ്രസ് നിർത്തിയ സ്ഥാനാർത്ഥിക്കെതിരെ ഏതാണ്ട് 14ഓളം വോട്ടുകൾ ക്രോസ് വോട്ട് ചെയ്യിച്ചു. ഇതിപ്പോൾ ദേശീയ മാധ്യമങ്ങൾ, ഹിന്ദുസ്ഥാൻ ടൈംസ്, ടൈംസ് ഓഫ് ഇന്ത്യ തുടങ്ങിയ, ഇന്ത്യ ടുഡേ തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരികയാണ്. രേവന്ത് റെഡ്ഡി വോട്ട് ചോരി നടത്തി. ആർക്ക് വേണ്ടി? BJPക്ക് വേണ്ടി. അപ്പോൾ BRSൻ്റെ MLA ആയ കൗശിക് റെഡ്ഡി പരസ്യമായി ടെലിവിഷൻ ചാനലുകളോടും മാധ്യമപ്രവർത്തകരോടും പറഞ്ഞു കഴിഞ്ഞു, ഈ അട്ടിമറി നടത്തിയിരിക്കുന്നത് രേവന്ത് റെഡ്ഡി എന്ന തെലങ്കാന മുഖ്യമന്ത്രിയാണ്. അത് മാത്രമല്ല, രേവന്ത് റെഡ്ഡിയുടെ ഓർഡർ അനുസരിച്ചിട്ടാണ്, ഉത്തരവനുസരിച്ചിട്ടാണ് NDA സ്ഥാനാർത്ഥിക്ക് വോട്ടുകൾ ചെയ്തത്. 8 പേർ തെലങ്കാനയിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട്. തെലങ്കാനയിലെ 8 MPമാർ രേവന്ത് റെഡ്ഡി പറഞ്ഞതനുസരിച്ച് താമരയിൽ കുത്തി, അല്ലെങ്കിൽ CPRന് കുത്തി. ബാക്കിയുള്ളവരെ രേവന്ത് റെഡ്ഡി തന്നെ നേരിട്ട് ടെലഫോണിൽ വിളിച്ചും സ്വാധീനിച്ചുമാണ് BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യിച്ചത്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇത് ഇയാൾ പറയുന്ന കാരണങ്ങളിലൊന്ന് വളരെ ശ്രദ്ധേയമാണ്. രേവന്ത് റെഡ്ഡി സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നത് ABVPയുടെ നേതാവായിട്ടാണ്. രേവന്ത് റെഡ്ഡിയെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിറയെ ഒരു RSSകാരൻ അല്ലെങ്കിൽ BJPക്കാരൻ അല്ലെങ്കിൽ ഹിന്ദു സംഘടനാ പ്രവർത്തകൻ കെട്ടുന്നത് പോലെ നിറയെ ചരടുകളും രാഖിയും ഒക്കെ കാണാം. ഒരു BJPക്കാരനാണോ? കണ്ടാ BJPക്കാരനാണെന്ന് തോന്നുന്നു, അല്ലേ? മുഖം കാണാതെ പിന്നിൽ നിന്ന് വല്ലതും ഈ കയ്യിലെ ചരടുകൾ കണ്ടാൽ ഉറപ്പായിട്ട് പറയും ഒരു രേവന്ത് റെഡ്ഡി ഒരു G എവിടെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം കയ്യിൽ ചരട് കെട്ടിയ ഉടനെ സംഖ്യയാണല്ലോ. അപ്പോൾ ഏതായാലും അങ്ങനെ ഇപ്പോൾ ഞാൻ ഒരു പോസ്റ്റ് കണ്ടു. അതായത് ഈ ഇറ്റാലിയൻ മാഫിയ പാർട്ടിയിൽ വിവിധ ക്ഷേത്ര സംഘ ചുമതലയുള്ള ആളാണ് രേവന്ത് റെഡ്ഡി. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വിവിധ സംഘടനകളുടെ ചുമതലക്കാരനാണ് രേവന്ത് റെഡ്ഡി. അപ്പോൾ തെലങ്കാനയിൽ RSSൻ്റെ ചുമതല കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിർവഹിക്കുന്ന ചുമതലക്കാരനാണ് രേവന്ത് റെഡ്ഡി എന്ന തരത്തിൽ കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ കൗശിക് റെഡ്ഡി എന്ന് പറയുന്ന ഇയാളെന്ന് പറഞ്ഞ് ABVP ബന്ധം പണ്ടേ ഉണ്ട്. അതുകൂടാതെ 2016 മുതൽ രേവന്ത് റെഡ്ഡി TDPയിലായിരുന്നു, തെലുങ്കുദേശം പാർട്ടിയിലായിരുന്നു. തെലുങ്കുദേശം പാർട്ടിയിൽ നിൽക്കുമ്പോൾ ചന്ദ്രബാബു നായിഡുവായിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്നു. ചന്ദ്രബാബു നായിഡു വേണമെങ്കിൽ രേവന്ത് റെഡ്ഡിയുടെ രാഷ്ട്രീയ ഗുരു ആണെന്ന് പറയാം. അപ്പോൾ നരേന്ദ്രമോദിക്ക് വേണ്ടി ഈ പ്രതിപക്ഷത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും തകർത്ത് ഉരുക്കുപോലെ നിൽക്കുകയാണ് ചന്ദ്രബാബു നായിഡു, അല്ലേ? അതെ. പണ്ട് മോദിയെ പുറത്താക്കാൻ വേണ്ടി NDAയുടെ കൺവീനർ എന്ന് പറഞ്ഞ നാട് നീളെ തെണ്ടി നടന്ന ആളാണ് ചന്ദ്രബാബു നായിഡു. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ അവസാനം മോദിയുടെ കാൽക്കൽ തന്നെ ശരണം പ്രാപിച്ച് 2ാം ജന്മം കിട്ടിയ ആളാണ് ചന്ദ്രബാബു നായിഡു. അതുപോലെ തന്നെയാണ് നിതീഷ് കുമാറും ബീഹാറിലെ. ഇവർ രണ്ടുപേരും
തങ്ങളുടെ ഈ മോദിയുടെ കസേരയുടെ കാലുകൾ ഇളക്കും എന്ന് പ്രതീക്ഷിച്ച് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ നടക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ഒന്നും നടന്നില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ BRSൻ്റെ MLA കൗശിക് റെഡ്ഡി പറയുന്നത് ചന്ദ്രബാബു നായിഡു രേവന്ത് റെഡ്ഡിയുടെ ഗുരുവാണ്, രാഷ്ട്രീയ ഗുരുവാണ്. ഗുരു ശിഷ്യനോട് പറഞ്ഞു, എടാ രേവന്ത്, എൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് ഞാൻ പറയുന്നത് അങ്ങോട്ട് ചെയ്യ്, നമുക്ക് മോദിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് മാത്രമല്ല, ഈ പൊട്ടൻ രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ നടന്ന് കള്ളത്തരവും പറഞ്ഞ് ഇവിടെ കലാപം ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ അവൻ്റെ മണ്ടയ്ക്കൊരു അടി കൊടുക്കാൻ ഏറ്റവും നല്ല വഴി അവൻ്റെ കൂട്ടത്തിൽ നിന്ന് പരമാവധി MP-മാരെ പിടിക്കുക എന്നുള്ളതാണ്. പറ്റുമോ നിനക്ക് എന്ന് രേവന്ത് റെഡ്ഡിയോട് ചോദിച്ചു. ആശാൻ പറഞ്ഞ എപ്പോൾ ചെയ്തെന്നല്ല, ചെയ്തിരിക്കും. ഏതൊരു സിനിമയിൽ പറഞ്ഞില്ലേ, ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് രേവന്ത് റെഡ്ഡി ഓപ്പറേറ്റ് ചെയ്ത് 14 പേരെ പൊക്കി എന്നാണ് പറയുന്നത്. ഇത് കണ്ടെത്തി, ഇന്ത്യ മുന്നണി കണ്ടെത്തിയതിൻ്റെ ഭാഗമായി ഇത് പുറത്തേക്ക് പറയാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ ആളാണ് BRSൻ്റെ MLA കൗശിക് റെഡ്ഡിയെ കൊണ്ട് പറയിപ്പിച്ചു. ഇപ്പോൾ വോട്ട് ചോരി എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി നട്ടാൽ കുരുക്കാത്ത നുണകളുമായി അസംബന്ധങ്ങളുമായി നടക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മുന്നിലേക്ക് വോട്ട് ചോരി നടത്തിയ ഒരാളുടെ പേര് വന്നിരിക്കുന്നു. പേര് BRSൻ്റെ MLA തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. വോട്ട് കൊള്ള നടത്തിയ ആളുടെ പേര് രേവന്ത് റെഡ്ഡി, തെലങ്കാന മുഖ്യമന്ത്രി, രാഹുൽ ഗാന്ധിയുടെ പാർട്ടി. അപ്പോൾ വോട്ട് ചോരി നടത്തവരെ എന്ത് ചെയ്യും രാഹുൽ ഗാന്ധി? എന്ത് ചെയ്യും? കോൺഗ്രസ് നടപടി എടുക്കുമോ? എടുക്കേണ്ടതാണ്. എടുക്കുമോ കണ്ടറിയുണ്ട്. എടുത്താൽ എന്ത് പറ്റും? എണ്ണം വീണ്ടും കുറയും. രേവന്ത് റെഡ്ഡി പറയും പോടാ പപ്പു എന്ന് പറഞ്ഞിട്ട് ബൈ ബൈ ടാറ്റ കഥം, എന്നിട്ട് ഒറ്റ ചാട്ടം നേരെ പോയി അദ്ദേഹത്തിൻ്റെ മാതൃസംഘടനയിലേക്ക് തിരിച്ചു പോകും. ഏതാ മാതൃസംഘടന? ഏതാണ്? ABVP-കാരൻ്റെ മാതൃസംഘടന ഏതാ? BJP സംഘത്തിലേക്ക് പോകും, അല്ലെങ്കിൽ BJP-യിലേക്ക് പോകും, അല്ലേ? അപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, കുറേ കാലമായി രേവന്ത് റെഡ്ഡി തൻ്റെ നിലപാട് എപ്പോൾ മാറ്റും എന്നൊരു ആകാംക്ഷ ദേശീയ തലത്തിലുണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസിന് ഇത് അറിയാനില്ലേ? കോൺഗ്രസ് കണ്ടെത്തി. അതല്ലേ നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതല്ല, നേരത്തെ ഇയാൾ നിലപാട് മാറ്റുമോ എന്നൊരു സംശയമൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? രേവന്ത് റെഡ്ഡി നാളെ പറയുക ഒന്ന് പോടാപ്പോൾ ഞാൻ BJP-യിലോട്ട് പോകാന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്ത് ചെയ്യും? രാഹുൽ ഗാന്ധി പട്ടായക്ക് പോകും. പുള്ളി ക്ഷീണം വരുമ്പോൾ ഉടനെ പുള്ളി റീചാർജ് ചെയ്യാൻ പോകുന്നതല്ലേ, പട്ടായക്കോ വിയറ്റ്നാമിലോ അല്ലെങ്കിൽ മലേഷ്യയിലോ പോകും. ഇപ്പം സംഭവിച്ചിരിക്കുന്നത്, കോൺഗ്രസ് ഇപ്പം പറഞ്ഞ് നാട് മുഴുവൻ നടന്നിട്ട് കർണാടക CID ഇലക്ഷൻ കമ്മീഷന് 18 കത്തയച്ചിട്ട് അവർ മൈൻഡ് ചെയ്യുന്നില്ല. ഒരാഴ്ചക്കകം കൊടുത്തിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ മലേഷ്യക്ക് പോകും എന്ന് പറയുന്ന പോലെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി വിവരക്കേട് പറഞ്ഞ് ജൻസി കലാപം ഇന്ത്യയിലുണ്ട്. വിദ്യാർത്ഥികളും യുവാക്കളും ഈ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാനാണെന്ന് പറയാം. എന്താ ഉദ്ദേശിക്കുന്നത് ഇയാൾ? ഇന്ന് മനോരമ പത്രം അത് മാത്രം എടുത്ത് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളും യുവാക്കളും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങണം. എന്ത് വിദ്യാർത്ഥികളും യുവാക്കളും മാത്രം മതിയോ? തൊഴിലാളി വേണ്ടേ? കൃഷിക്കാർ വേണ്ടേ? സർക്കാർ ജീവനക്കാർ വേണ്ടേ? അവരിറങ്ങണമെന്ന് പറയാത്തത് എന്താ? കാരണം ശ്രീലങ്കയിൽ, ബംഗ്ലാദേശിൽ, നേപ്പാളിൽ ഒക്കെ ഇറങ്ങിയത് യുവാക്കളും വിദ്യാർത്ഥികളും, കുറേ യുവാക്കളെയും വിദ്യാർത്ഥികളെയും കുത്തി ഇളക്കി വിട്ടതാണ്. അതുപോലെ ഇവിടെ ഒന്ന് കുത്തി ഇളക്കി പുറത്തോട്ടിറങ്ങിയാൽ കുറച്ചൊക്കെ എനിക്ക് പ്രധാനമന്ത്രി ആവാമല്ലോ. ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് ഞാൻ ഒരു കാലത്തും പ്രധാനമന്ത്രി ആവില്ല. അതുകൊണ്ട് എങ്ങനെങ്കിലും കുറച്ച് ആളുകൾ ഇറങ്ങിയാൽ അതിന് പ്രചാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് മലയാള മനോരമ ആ വാചകം മാത്രം എടുത്ത് ഹൈലൈറ്റ് ആയിട്ട് 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. യുവാക്കളും വിദ്യാർത്ഥികളും ജനാധിപത്യം സംരക്ഷിക്കാൻ തെരുവിലിറങ്ങണം എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു കലാപം നോക്കി വലിയ തോതിലുള്ള സ്വപ്നങ്ങൾ, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ആകെയുള്ള എത്ര മുഖ്യമന്ത്രിമാരുണ്ട്? 3 അല്ലേ? 3. ഹിമാചൽ പ്രദേശ്, തെലങ്കാന, കർണാടകയുടെ കാര്യം തീരുമാനമായിരിക്കുകയാണ്. ഇലക്ഷൻ നടന്ന ഉടനെ അറിയാം. ഹിമാചൽ പ്രദേശിൻ്റെ കാര്യവും തീരുമാനമാണ്. ഹിമാചൽ പ്രദേശിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഉണ്ടായിരുന്നു, നമ്മുടെ മലയാളത്തിലെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. ഹിമാചൽ പ്രദേശിൽ BJP സർക്കാരിൻ്റെ കാലത്ത് ശമ്പള പരിഷ്കരണം കൊണ്ടുവന്നിരുന്നു. 15,000 വരെ ശമ്പളം കൂട്ടിയിരുന്നു. അത് റദ്ദാക്കി ഒറ്റയടിക്ക്. അപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ 15,000 രൂപ വരെ കുറഞ്ഞു. അപ്പോൾ അവരെതിരാവില്ലേ? എതിരായി. ഇപ്പോൾ കാശ് വേണ്ടേ സർക്കാരിന്? കാശില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് റദ്ദാക്കി. അവിടെ ഈ ഹിമാചൽ പ്രദേശിൽ മുമ്പൊരു വാർത്ത നമ്മൾ ചെയ്തിരുന്നു, നമ്മുടെ പ്രേക്ഷകർ എത്ര പേര് കണ്ടു എന്നറിയില്ല. കാരണം ഹിമാചൽ പ്രദേശിൽ രാജ്യത്തൊരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു നികുതിയുണ്ട്. ഭരിച്ച് മുടിച്ച് കൊള്ളയടിച്ച് തീർത്തുകൊണ്ടൊരു നികുതി ഏർപ്പെടുന്നത്, ടോയ്ലറ്റ് നികുതി. കേട്ടിട്ടുണ്ടോ? ഇല്ല. കക്കൂസിന് നികുതി. ഒരു വീട്ടിൽ 1-ലേറെ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ നികുതി കൊടുക്കണം, ടാക്സ് കൊടുക്കണം.
കള്ളം പറയുന്നില്ല. സംശയമുള്ളവർക്ക് ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കാം. ഹിമാചൽ പ്രദേശിലെ ടോയ്ലറ്റ് ടാക്സ് ഇനി കക്കുസി പോകുന്നതിന് നികുതി ഏർപ്പെടുത്തുമെന്ന് അറിയത്തില്ല. ഒന്നിക്കൂടുതൽ പോയി കഴിഞ്ഞാൽ ടാക്സ് അല്ല. കാരണം BJP സർക്കാരിനെതിരെ വലിയ മോഹന വാഗ്ദാനങ്ങൾ കർണാടകയിൽ കണ്ടില്ലേ? കർണാടകയിൽ സൗജന്യ യാത്ര, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് സർക്കാരിന് പൈസ ഇല്ല. ഫ്രീ ബീസ് കൊടുത്ത് പൈസ തീർന്നു. എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ എന്ത് മാർഗമെന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പായി, BJPയുടെ പക്കലുള്ള കോൺഗ്രസിൻ്റെ പക്കലുള്ള കർണാടക ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്ന കർണാടകയിൽ പണിക്കുറ്റം തീർന്ന് വീട്ടിലിരിക്കേണ്ടി വരും. രണ്ടാമത്തത് ഹിമാചൽ പ്രദേശ്. എപ്പോൾ ഇലക്ഷൻ വരുമെന്ന് നോക്കിയിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ, ഇവൻ്റെയൊക്കെ തലമണ്ട അടിച്ചു പൊട്ടിക്കാൻ. മൂന്നാമത് തെലങ്കാന. ഇലക്ഷൻ വരണ്ട അതിനു മുമ്പ് രേവന്ത് റെഡ്ഡി BJPയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ധൈര്യമുണ്ടെങ്കിൽ വോട്ട് ചോരി നടത്തിയ തെലങ്കാന മുഖ്യമന്ത്രിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം. പറ്റുമോ? കാത്തിരിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.